ആത്മാവിലെ ആനന്ദമേ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, പാട്ടല്ലേ? ഒന്ന് കേട്ട് നോക്കിയേ, എന്തൊരു ഫീലാണ് ഈ പാട്ടിന്. തീർച്ചയായിട്ടും അതൊക്കെ പോട്ടെ, ഇത് ആരാ എഴുതിയെന്നറിയാം? ഇത് നോക്കിയത് ഏകദേശം 55 മില്യൺ 55 ലക്ഷത്തോളം പേര് കണ്ടൊരു പാട്ടാണ്. പക്ഷെ ഈ പാട്ട് എഴുതിയത് ആരാണെന്ന് അഖിലിനുള്ള നിശ്ചയമുണ്ടോ? നമ്മുടെ സ്വന്തം നാട്ടുകാരനല്ലേ. ആര്? അഭിലാഷ് ചേട്ടനല്ലേ ഇത് എഴുതിയിരിക്കുന്നത്? ഈ കലോത്സവം കൊല്ലത്ത് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർത്താനം പറയുന്നത്. ഈ പരിസരത്ത് എവിടെയോ അഭിലാഷ് ചേട്ടൻ ഉണ്ട്, നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? നമുക്ക് കശീർ തന്നെ ചോദിച്ചു. ഉറപ്പാണോ? ഉറപ്പായിട്ടും. നമ്മുടെ കൊല്ലക്കാരൻ? പിന്നെ തീർച്ചയായിട്ടും. എന്നാ ശരി, അപ്പൊ കണ്ടോ. എന്റെ അഖിലെ, ഈ ആശ്രമം മൈതാനത്ത് ഇത്ര ജനലക്ഷങ്ങൾ വന്നോർത്ത് എവിടുന്ന് കണ്ടുപിടിക്കാണ് ഈ പറയുന്ന അഭിലാഷ് സാറിനെ? നമുക്ക് പഴഞ്ചൊല്ലിൽ വിശ്വാസമുണ്ടോ? 100%. തേടിയ പള്ളി കാലെ ചുറ്റി. ഹായ് ചേട്ടാ, ഗോപകുമാർ ചേട്ടനെ കാണാനായിട്ട് ഗോവൻ കുറെ നേരമായിട്ട് തപ്പി നടക്കുകയാണ് കേട്ടിട്ട്. നമുക്ക് അപ്പുറത്തോട് മാറി സംസാരിക്കണം. വാർത്തകളിലേക്ക് സ്വാഗതം. നമ്മുടെ 62ാമത് കലോത്സവം കൊല്ലത്ത് വന്നപ്പോഴേ നമ്മുടെ മുഖ്യമായിട്ടുള്ള ഒരു പ്രശ്നം, നമ്മൾ നേരിട്ട ഒരു കാര്യം, നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്, നമ്മുടെ കൊല്ലം ജില്ലയിൽ അറിയപ്പെടുത്തവരും അറിയപ്പെടാത്തവരുമായ ഒരുപാട് കലാകാരന്മാർക്ക് ജന്മം നൽകിയ നാടാണ് നമ്മുടെ കൊല്ലം എന്ന് പറയുന്നത്. അപ്പോൾ 62ാമത് കലോത്സവം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഈ കലോത്സവത്തോടൊപ്പം തന്നെ അവരെ കൂടി പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ചെറിയ ഉദ്യമത്തിലാണ് ഞങ്ങൾ ഈ ആശ്രമ മൈതാനത്ത് ഈ ക്യാമറയായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ നിങ്ങൾ സംസാരിച്ചു, ഇനി ആത്മാവിലെ ആനന്ദമേ എന്ന് പറയുന്നൊരു പാട്ട് കേരളത്തിലെ ട്രെൻഡിങ്ങിൽ നമ്പർ 1 ആയ, ഞാനിതിപ്പോൾ നോക്കിയപ്പോൾ 55 മില്യൺ ജനങ്ങൾ കണ്ട ഒരു പാട്ടാണ്. അപ്പോൾ അതെ സജീക്കൊപ്പം പാടിയ ആ പാട്ട് അത്ര ഹിറ്റാണ്. പക്ഷേ അത് എഴുതിയ വ്യക്തിയെക്കുറിച്ച് എങ്ങും ഒരു അറിവുമില്ല. ഞങ്ങളൊരു സ്വകാര്യ ഇങ്ങനെ സംഭാഷണത്തിലാണ് ഇത് എഴുതിയത് അഖിലിൻ്റെ സുഹൃത്തായ VC അഭിലാഷ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടുകാരൻ്റെ ഓരോ ചവറ തെക്കുംഭാഗത്തുള്ള താങ്കളാണെന്ന് വളരെ സന്തോഷത്തോടെ അറിഞ്ഞത്. അപ്പോൾ താങ്കളെ പരിചയപ്പെടണമെന്നും താങ്കൾ എഴുതിയ പാട്ടുകൾ ഇന്ന് വളരെ ഹിറ്റാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പലർക്കും പല കലാകാരന്മാർക്കും പറ്റുന്നത് പോലെ തന്നെ പേര് എസ്റ്റാബ്ലിഷ് ആണ്, പക്ഷേ ഈ മുഖം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ രജിസ്റ്റർ അല്ല. അതെ അതെ, തീർച്ചയായിട്ടും ആ ഒരു ചരിത്ര ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു പെരുന്നാടൻ വാർത്തകൾ. ചേട്ടാ, നമ്മളെ ഈ സജിക്കൊപ്പം പാടിയ ആത്മാവിലെ ആനന്ദമേ, ആ പാട്ട് 55 മില്യനാണ് നമ്മളിന്ന് യൂട്യൂബിൽ ട്രെൻഡിങ്. അപ്പോൾ ആ പാട്ട് എഴുതിയത് എത്ര വർഷമായി കാണാൻ പാട്ട് എഴുതുന്നത്? 2020 നമ്മുടെ സജീർക്കൊപ്പം ട്യൂൺ തന്നു, അതിനനുസരിച്ച് ലിറിക്സ് എഴുതി. നമ്മുടെ എത്രാമത്തെ പാട്ടാണത് എഴുതിക്കൊണ്ട്? അത് വൈറലായ സോങ്, അത് സൂപ്പർ ഹിറ്റ് ആകുന്ന ആദ്യത്തെ സോങ്. അതിനുശേഷം പിന്നെ കണ്ണിലൊരു മിന്നൽ എന്ന് പറയുന്നത്, സജീർക്കൊപ്പം തന്നെ പാടിയ കണ്ണിലൊരു മിന്നൽ. അത് ഏത് ഓഡിയൻസിന് വേണ്ടിയിട്ടായിരുന്നു? അത് നമ്മൾ സജീർക്കൊപ്പം ഒഫീഷ്യലിന് വേണ്ടി തന്നെ. സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഏകദേശം 5 പടങ്ങൾ പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ എല്ലാം അങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തിറങ്ങിയത് ഒരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു, പാതിരാക്കാറ്റെന്ന് പറയുന്നത്. അത് ആരുടെ പടമായിരുന്നു? അതൊരു തമിഴ് ഹീറോ ആയിരുന്നു. പിന്നെ നമ്മുടെ മലയാളത്തിലെ ഹാസ്യതാരങ്ങളൊക്കെ കുറേയധികം ഉണ്ടായിരുന്നു. പുതിയ പ്രോജക്റ്റ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്. നമ്മുടെ മലയാളത്തിലെ ഏകദേശം എല്ലാ താരങ്ങളും, രാഹുൽ മാധവ്, സുധീർ കരമന, ഇങ്ങനെ കുറേ താരങ്ങളെല്ലാം ഉള്ള ഒരു പ്രോഗ്രാം. ഈ ആത്മാവിലെ ആനന്ദം എന്നുള്ള പാട്ട് ഏതെങ്കിലും സന്ദർഭോചിതമായിട്ട് എഴുതിയതാണോ, അതോ ആ ഒരു ആൽബത്തിന് വേണ്ടിയിട്ട് എഴുതിയതാണോ? അത് ആൽബം ഞാൻ സജീറുമായിട്ട് പരിചയപ്പെട്ട് സജീർ അങ്ങനെ ട്യൂൺ തന്നു അങ്ങനെ എഴുതുന്നതാണ്. അല്ല, ആ പാട്ടിലൊരു ഫീലുണ്ട്, ഒരു ലൈഫുണ്ട്. അത് സ്വന്തം അനുഭവത്തിൽ നിന്നുകൊണ്ടാണോ? പൊതുവെ ചോദിക്കുന്ന ചോദ്യമാണ്. അനുഭവം അല്ല, അത് ഞാൻ ആക്ച്വലി ഒരു പാട്ടുകാരൻ കൂടിയാണ്. സ്കൂൾ തലത്തിലൊക്കെ പാടുന്നത്. ഇപ്പം ഞാനിവിടെ വന്നതിൻ്റെ കാരണവും നമ്മുടെ ഓർമ്മകൾ, ഇപ്പൊ നടക്കുന്ന ഈ കലോത്സവത്തിന്റെ ഓർമ്മകൾ ഇനി നമുക്ക് അടുത്തൊരു കലോത്സവം ഇവിടെ ഉണ്ടാവുന്നവരെ ഉണ്ടാവും. അതെ, അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മകളും കൂടെ പുതുക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ്. അതെ. അപ്പോൾ ആ പാട്ടിന്റെ ഒരു 4 വരി നമുക്ക് കൊണ്ടിരുന്ന് പാടാൻ പറ്റും? ആത്മാവിലെ ആനന്ദമേ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ സജീറിന്റെ ആ ഒരു വോയിസിൽ ഹൈ പിച്ചിൽ പാടി വെച്ചിരിക്കുന്നത്. അതിന്റെ ഏറ്റവും നമ്മൾ എഴുതിയ ആള് തന്നെ പാടുമ്പോൾ കിട്ടുന്ന ഒരു ലൈഫുണ്ട്. ആ ലൈഫ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനത് ശ്രമിച്ചു നോക്കാം. തീർച്ചയായിട്ടും നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിലല്ലേ ഇതൊക്കെ പറ്റൂ. കാണാക്കിനാവിൻ കളിയാകുമോ നീ, കാണും നിലാവിൽ മായാതെ മാഞ്ഞോ,
മായാക്കിനാവിൽ മഴയാകുമോ നീ, മായാതെ മഴവില്ലിൻ കുടയാകുമോ നീ, ആത്മാവിലെ ആനന്ദമേ ആരാരുമറിയാതെ കാക്കുന്നു ഞാൻ, ആളുന്നൊരീ തീനാളമായി അലയുന്നൊരെരിവേനൽ പ്രണയാർദ്രമേ, നീ എന്നെഞ്ചിൽ പൊന്മാനിൽ നിന്നൊരഴകാർന്നൊരലിവിൻ്റെ ഉയരാകുമോ. ആര് പറഞ്ഞു നല്ല സൗണ്ട്. നമ്മുടെ ഈ കലാസൗകര്യ തുടങ്ങിയിട്ട് എത്ര വർഷം കൊണ്ട് നമ്മൾ എഴുത്ത് മേഖലയിൽ സജീവമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്? ഞാൻ ദുബൈയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, പ്രവാസിയായിരുന്നു. അപ്പോൾ 2020 നാട്ടിൽ വന്നതിന് ശേഷം ക്ഷേത്രത്തിലെ ഒരു പാട്ട് ചെയ്യണമെന്നൊരാഗ്രഹം കുറച്ച് വർഷങ്ങളുണ്ട്. ഭക്തിഗാനം. ആ സമയത്ത് പിന്നെ കോവിഡായി, ക്ഷേത്രത്തിലെ പാട്ട് ചെയ്യാൻ പറ്റാതായി. അങ്ങനെ പിന്നെ ലിറിക്സ് എഴുതി, ആ ഒരു ഇടവേളയിൽ ലിറിക്സ് എഴുതി മറ്റു പലർക്കും അയച്ചു കൊടുത്തു. അങ്ങനെയാണ് പാട്ടിലേക്കുള്ളൊരു വരവ്. അതുപോലെ ആ സമയത്താണ് സജീർ കപ്പുമായിട്ടുള്ളൊരു പരിചയം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനിങ്ങനെ അറിയാൻ കഴിഞ്ഞത് അഖിലോട് സംസാരിച്ചപ്പോഴേ നമ്മുടെ മനോരമയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ള ക്യാൻസർ ബോധവൽക്കരണ കേരള സ്കാൻ എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ സോങ് എഴുതിയത്, അതെ സോറി എഴുതിയത്, അതെന്തായിരുന്നു അതിൻ്റെ ഒരു അനുഭവം? ഇത് ഷായർ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്, അദ്ദേഹമാണ് ഇതിലേക്ക് വരുന്നത്. അദ്ദേഹം ആണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ എൻ്റെ പാട്ട് ഈ കണ്ണിലൊരു മിന്നൽ എന്ന് പറയുന്ന പാട്ട് അദ്ദേഹം കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ എഴുതാൻ വേണ്ടി എന്നെ സമീപിക്കുന്നത്. അത് ശ്രീ വിനീത് ശ്രീനിവാസനാണ് ആ പാട്ട് പാടിയത്. അതൊരു വലിയൊരു അനുഭവമാണ്. കാരണം ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി അതിജീവനത്തിൻ്റെ ഒരു പാട്ട് എഴുതാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും. അപ്പോൾ അതിനാ ചോദിക്കുന്നതേ, അത് രണ്ട് സെക്ഷനിൽ 2 ചാപ്റ്ററിലും സാർ തന്നെയാണ് അതിൻ്റെ തീം മ്യൂസിക് എഴുതിയിട്ടുള്ളത്? അല്ലല്ല, 2023 നമ്മൾ എഴുതിയത്. 2022 മഞ്ജു വാര്യരായിരുന്നു ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഈ നമ്മുടെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഈ പ്രോഗ്രാമിനൊക്കെ നമ്മളിങ്ങനെ പാട്ട് എഴുതുമ്പോഴേ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജവും ഒക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ ക്യാൻസറിനെ ഇപ്പോൾ പറഞ്ഞതുപോലെ ക്യാൻസറിനെ പോലുള്ളൊരു വലിയൊരു ബൃഹത്തായ മനോരമ ലീഡ് ചെയ്യുന്നൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് തീം സോങ് ഒക്കെ എഴുതുക, അത് പബ്ലിഷ് ചെയ്യുക. പക്ഷേ അപ്പോഴും ഈ ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോഴുണ്ടാകുന്ന വിഷമം എപ്പോഴെങ്കിലും അലട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എഴുത്തുകാരായിട്ടുള്ള പലരും അനുഭവിക്കുന്ന ഒരു സങ്കടമാണെന്ന് വേണമെങ്കിൽ പറയാം. അറിയപ്പെടാതെ പോവുക എന്ന് പറയുന്നത്. പിന്നെ പാട്ട് എഴുതുന്ന ആരാണെന്ന് അറിയേണ്ടവർ അത് ഇപ്പം യൂട്യൂബിലായപ്പോൾ സെർച്ച് ചെയ്ത് അറിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ നവമാധ്യമങ്ങളുടെ ഈ കാലഘട്ടത്തിൽ കൂടുതൽ എഴുത്തുകൾ മേഖലയിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. കാരണം അവർ ഇപ്പം സെൽഫ് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കലാസബരിയെ അല്ലെങ്കിൽ കലാപ്രവർത്തനങ്ങളെ എഴുത്തിൻ്റെ മേഖലയെ കൂടുതൽ സജീവമാക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്തു വരുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഇപ്പോൾ പാട്ടുകൾ നിരവധി വരുന്നുണ്ട്, ഒരുപാട് പാട്ടുകൾ എഴുതാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക, നമുക്ക് വരാനുള്ളത് അതുവഴി വരും എന്നുള്ളതാണ്. ശരി. അല്ല, ഞാൻ ചോദിക്കുന്നത് പലരും ഇപ്പോൾ വ്ളോഗിൻ്റെ മേഖലയാണ്. നമ്മളിടുന്ന പാട്ടുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഇറങ്ങുന്ന പുതിയ പാട്ടുകളെക്കുറിച്ചുള്ള ഡിസ്കഷൻസ്, ഇപ്പോൾ സിനിമയെ നിരൂപണ സാഹിത്യം എന്ന് പറയുന്ന രംഗമുണ്ട്. പണ്ട് ടി പി ശാസ്ത്രമംഗലം പോലുള്ള അധികായന്മാർ മലയാളത്തിൽ ഇറങ്ങുന്ന പാട്ടുകളെക്കുറിച്ചും വിമർശിക്കുകയും അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ആ എഴുത്തുകൾ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പാട്ടുകളുടെ ആധികാരികമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദി ഇപ്പം ഉണ്ടാവാറില്ല, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് ആ മേഖലയിലൊക്കെ ശ്രദ്ധിക്കുന്നത്? അത്തരം കൂടുതൽ നമ്മൾ അറിയപ്പെടാനുള്ള ഒരു മാധ്യമം എന്ന് പറയുന്നത് സിനിമയാണ്. അതെ. അപ്പോൾ ആൽബം, ഇപ്പോൾ ഞാൻ എഴുതിയ പാട്ടുകൾ ഏകദേശം എല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളെന്ന് വേണം പറയാം. റൂഹാണുമ്മ എന്ന് പറയുന്ന പാട്ട്, ശ്രേയ ജയദീപ് ഇർഷാദ് പാടിയ റൂഹാണുമ്മ. അപ്പോൾ ആൽബം മേഖലയിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം മലബാർ മേഖലയിൽ കൂടുതൽ മലബാർ മേഖലയിലുള്ള ആൾക്കാരാണ് കൂടുതലും പാട്ടുകൾ ചെയ്തിട്ടുള്ളത്. ഈ വരുന്ന പ്രോജക്റ്റുകൾ അല്ലാതുള്ള ഇവിടെ ഉള്ളവർ കൊല്ലക്കാരും ഒക്കെ ഉണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. സാറേ, നമ്മുടെ 15 വർഷങ്ങൾക്ക് ശേഷം കൊല്ലത്ത് കൊല്ലത്തേക്ക് നമ്മുടെ കലോത്സവം വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ
അങ്ങനെ ഈ കലോത്സവത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ രാവിലെ ഒരു 10 മണിക്കാണ് ഇവിടെ വന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഈ ഒരു നല്ല ചൂട് കാലാവസ്ഥയിലും വേദിയിലെ മത്സര ചൂടും പുറത്തെ ചൂടും അത്യാവശ്യം നല്ല ജനത്തിരക്കുണ്ട്. അപ്പോൾ അത് വളരെ എന്താ പറയുക, ഒരു ഉത്സവത്തിന്റെ പ്രതീതി. ആ ഉത്സവത്തിൽ എനിക്കും പങ്കാളി, ഇപ്പം എൻ്റെ നാട്ടിൽ വെച്ചാണ് എനിക്കും പങ്കാളിയാൻ പറ്റിയത്. വളരെ സന്തോഷമുള്ള കാര്യം. സാർ, ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഈ ന്യൂജൻ കുട്ടികൾ കലാരംഗത്തേക്ക് വരുന്നില്ല, അവർ മൊബൈൽ അഡിക്റ്റാക്കി മാറുന്നു എന്നൊക്കെ ഒരു ധാരണ, പൊതുബോധമുണ്ട്. അത് ഈ കലോത്സവത്തെ നോക്കുമ്പോൾ എന്താ സാറിന് എന്താ തോന്നുന്നത്? ഇവിടെ ഞാൻ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര പേര് തോന്നലുണ്ടാകുന്നില്ല. പക്ഷെ ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ പഠിച്ച ഹൈസ്കൂളിൽ ഗുഹാനന്തപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ യുവജനോത്സവത്തിന് അതിഥിയായി പോയൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അവിടെ ആ യുവജനോത്സവ വേദിയിൽ വളരെ ചെറിയ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നു. വളരെ ഏകദേശം +1 +2 തരത്തിലുള്ള കുട്ടികൾ ആരും തന്നെ ഇല്ലായിരുന്നു എന്ന് വേണം പറയാം. എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ അങ്ങനെ ഒരു മൊബൈലിന് അഡിക്റ്റ് ആകുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവാറുണ്ടല്ലേ? ഒപ്പം തന്നെ സാറിന്റെ ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ചും എഴുത്തുകളെ കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ? പുതിയ പാട്ടുകൾ എൻ്റെ ചാനൽ KC അഭിലാഷ് ഒഫീഷ്യൽ എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ നല്ല പാട്ടുകൾ, വ്യത്യസ്തമായ രീതിയിലുള്ള പാട്ടുകൾ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം. അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് വരുന്ന പാട്ടുകളും എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു പാട്ടെടുത്ത്. പാട്ടിൻ്റെ മേഖലയിൽ കൂടുതൽ. അപ്പോൾ ഇനി വരുന്ന എല്ലാ കാര്യങ്ങളിലും സാറിൻ്റെ എഴുത്തിൻ്റെ മേഖലയിലാണെങ്കിൽ തന്നെയും കൂടുതൽ സജീവമാകുവാനും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുവാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഈ കലോത്സവ വേദിയിൽ നിന്നുകൊണ്ട് നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഈ മേഖലയിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള എന്തെങ്കിലും സന്ദേശമോ എന്തെങ്കിലും? ഇതിപ്പോൾ നമ്മൾ വായിച്ച് കേട്ടതുപോലെ ഈ കൊല്ലം വളരെ മനോഹരമായി കടന്നു പോകുന്നൊരു അവസ്ഥയാണ്. ഈ മഹോത്സവം, അതെ, ഈ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വർഷം വളരെ മനോഹരമായിട്ടാണ് കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത്തരം വേദികളിൽ പങ്കെടുക്കാനുള്ള ഒരു ഊർജ്ജം ഇതൊന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.